കരിപ്പൂർ വിമാനത്താവളം കള്ളക്കടത്ത് സംഘങ്ങളുടെ ഇഷ്ടത്താവളമാകുന്നു. കസ്റ്റംസ് വിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണക്കുറവാണ് കരിപ്പൂർ വിമാനത്താവളം വഴി കള്ളക്കടത്ത് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. ആവശ്യമുള്ളതിന്റെ പകുതിയിൽ താഴെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടിയിലുള്ളൂ. രണ്ടു മാസത്തിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ 10ലേറെ തവണയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ സ്വർണം പിടികൂടിയിട്ടും കള്ളക്കടത്ത് തുടരുകയാണ്. പിടിച്ചതിനേക്കാൾ കൂടുതൽ കടത്തുന്നുണ്ടെന്ന സൂചനയാണ് കസ്റ്റംസിനുള്ളത്. നിലവിലെ ഉദ്യോഗസ്ഥരെ വെച്ച് എല്ലാ കള്ളക്കടത്തും പിടികൂടാൻ കസ്റ്റംസിന് ശേഷിയില്ല. 37 ഇൻസ്പെക്ടർമാർ വേണ്ടിയിടത്ത് 11 പേർ മാത്രമാണ് ഇപ്പോഴുള്ളത്. 18 സൂപ്രണ്ടുമാരിൽ 7 പേരെ സ്ഥലം മാറ്റിയിട്ട് പകരമാരെയും നിയോഗിച്ചിട്ടില്ല. വേണ്ടത് 21 ഹവിൽദാർമാരാണ്, ഉള്ളത് 15. കഴിഞ്ഞ ദിവസം വിമാന ജീവനക്കാരൻ്റെ സഹായത്തോടെ സ്വർണം കടത്തിയത് കസ്റ്റംസിൻ്റെ നോട്ടക്കുറവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചന. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെയാണ് ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ദിവസേന 2000-ലധികം അന്താരാഷ്ട്ര യാത്രക്കാരാണ് കരിപ്പൂരിൽ വന്നിറങ്ങുന്നത്. എന്നാൽ ഇവരുടെയെല്ലാം ബാഗേജ് പരിശോധിക്കാനുള്ള ശേഷി കസ്റ്റംസിനില്ല. യാത്രക്കാർ ഇറങ്ങിയാൽ വിമാനത്തിൻ്റെ ഉൾവശം പരിശോധിക്കണമെന്ന പ്രധാന ചുമതല നിർവഹിക്കാൻ കസ്റ്റംസിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്.